സോ ഇതൊരു കമ്പാരിസൺ ഓഫ് സ്കള്ളാണ്. സോ തലയോട്ടികളുടെ മാത്രം ഒരു കമ്പാരിസൺ നടത്തുകയാണ്. അതിൽ ഇത് നമ്മുടെ മോഡേൺ ഹ്യൂമൻ ബീയിങ്. സോ മോഡേൺ ഹ്യൂമൻ ബീയിങ്ങും അവരുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്കള്ളും. അതുപോലെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഒരു ബേബി ചിമ്പാൻസി, അതിൻ്റെ സ്കള്ള്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു അഡൾട്ട് ചിമ്പാൻസി, അതിൻ്റെ സ്കള്ള്. സോ നമ്മുടെ മോഡേൺ ഹ്യൂമൻ ബീയിങ് അതിൻ്റെ സ്കള്ള്, ബേബി ചിമ്പാൻസി അതിൻ്റെ സ്കള്ള്, അഡൾട്ട് ചിമ്പാൻസി അതിൻ്റെ സ്കള്ള്. അപ്പോൾ നമ്മൾ സ്കള്ളുകൾ മാത്രം ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, സോ മോഡേൺ ഹ്യൂമൻ ബീയിങ് ടു ചിമ്പാൻസി നോക്കുമ്പോൾ ഓക്കെ, ബട്ട് സ്കള്ളുകൾ മാത്രം ഈ മനുഷ്യൻ്റെയും മോഡേൺ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും അതുപോലെ ബേബി ചിമ്പാൻസിയും അതുപോലെ അഡൾട്ട് ചിമ്പാൻസി സ്കള്ള് കമ്പയർ ചെയ്യുമ്പോൾ മോഡേൺ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്കള്ള് കുറച്ചും കൂടി സിമിലാരിറ്റി തോന്നുന്നത് ഈ പറഞ്ഞ ബേബി ചിമ്പാൻസിയുടെ സ്കള്ളുമായിട്ടാണ്. സോ ഇത് രണ്ടും തമ്മിലാണ് കുറച്ചും കൂടിയും സിമിലാരിറ്റി തോന്നുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി മോർ ലൈക്കായിട്ട് തോന്നുന്നത്. ആരേക്കാളും കൂടുതൽ അഡൾട്ട് ചിമ്പാൻസിയേക്കാളും കൂടുതൽ സിമിലാരിറ്റി തോന്നുന്നത് ഒരുപോലെ ആരുടെയാണ്? നമ്മുടെ മോഡേൺ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ബേബി ചിമ്പാൻസിയുടെയും. സോ ഇതാണ് മോഡേൺ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്കള്ള്, ഇതാണ് ബേബി ചിമ്പാൻസിയുടെ സ്കള്ള്. സോ ഇത് രണ്ടും തമ്മിൽ കുറച്ചും കൂടി ഒരുപോലെ തോന്നുന്നു. എന്നാൽ ഈ പറഞ്ഞ അഡൾട്ട് ചിമ്പാൻസിയുടെ സ്കള്ളും മോഡേൺ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്കള്ളും എടുത്തു കഴിഞ്ഞാൽ അത്ര അധികം സാദൃശ്യം അല്ലെങ്കിൽ സിമിലാരിറ്റി ഒരുപോലെ തോന്നുന്നില്ല. സോ എങ്ങനെ പറയുകയാണെങ്കിൽ എന്താ കമ്പാരിസൺ ഓഫ് സ്കൾ ഹ്യൂമൻ ബീയിങ്ങും ബേബി ചിമ്പാൻസി ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അടുത്തടുത്ത് സിമിലാരിറ്റി ആരെ തമ്മിൽ കാണിക്കുന്നത്? മോഡേൺ ഹ്യൂമൻ ബീയിങ്ങിൻ്റെയും ബേബി ചിമ്പാൻസിയുടെയും സ്കള്ളാണ് കുറച്ചും കൂടി ഒരേപോലെ അല്ലെങ്കിൽ സിമിലാരിറ്റി കാണിക്കുന്നത്. ആരേക്കാളും കൂടുതൽ? അഡൾട്ട് ചിമ്പാൻസികൾ. സോ ഇവർ രണ്ടുപേരുമാണ് കൂടുതൽ സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരുപോലെയായിട്ട് തോന്നുന്നത്, ഇതിനേക്കാളും അഡൾട്ടിനേക്കാളും കൂടുതൽ.